ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ, ഒരുപാടായി ഞാനൊരു വീഡിയോ ചെയ്തിട്ടെന്നറിയാം. പിന്നെ അത് മാത്രമല്ല, കൺസിസ്റ്റൻസി ഒക്കെ കുറച്ച് കുറവാണ്. കാരണം ഞാൻ കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ ബിസി ആയി പോകാൻ ഞാൻ റിവ്യൂ ഇടാറ്. ഓക്കെ, എന്തായാലും ഇന്നിവിടെ ഞാൻ അൺബോക്സ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും പോകുന്ന പ്രോഡക്റ്റ് ട്രൂത്തിയർ ഹെക്സ എന്നുള്ള പ്രോഡക്റ്റാണ്. ഓക്കെ, my favorite IEM. ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റ്. ഓക്കെ, പുതിയ ബാച്ചാണ്, മാർച്ചിലാണ്. ഓക്കെ, ഇമ്പോർട്ടഡ് ഡേറ്റ് മാർച്ചാണ്. മാനുഫാക്ചറിങ് ചെയ്തത് എപ്പോഴാണെന്ന് അറിയില്ല. ബേസിക്കലി ഇതൊരു ചൈഫൈ ആണ്. ബേസിക്കലി ചൈനീസ് IEM ആണ്. മുൻപ് ഈ ചൈഫൈസ് ഇറങ്ങുന്നതിന് മുന്നേ US അവരൊക്കെയാണ് മെയിനായിട്ട്. ഇപ്പം നമ്മുടെ സെനൈസർ അതൊക്കെ കാണാറില്ല, അതുപോലത്തെ ബ്രാൻഡ്സ്. പിന്നെ അതുപോലെ തന്നെ പല US ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷെ അപ്പോഴാണ് ഈ ചൈനീസ് കമ്പനീസ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഈ IEMs മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അടിപൊളി ക്വാളിറ്റി സാധനം നമുക്ക് വളരെ ചീപ്പായ പ്രൈസിന് കിട്ടാൻ തുടങ്ങി. ഓക്കെ, സോ ഇതാണ് പ്രൊഡക്റ്റ്. ഒരു എനിക്കറിയില്ല, ഇവർ ഈ ചൈന അതുപോലൊക്കെ മാർക്കറ്റിലൊക്കെ ഈ എനിമി ഭയങ്കര ക്രേസാന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് അധിക IEM പ്രൊഡക്റ്റിനും ഈ എനിമി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് ഇതാണ്. ഓക്കെ, സോറി, എൻ്റെ മേലെ ഹിയർ യു ഗോ. ഇതാണ് നമ്മളുടെ ഐറ്റം. ഇതൊക്കെ മാറ്റി വെക്കാം. ഇതാണ് സാധനം. ഓക്കെ, അപ്പോൾ ഇതെടുക്കുമ്പോൾ എന്താ ഇങ്ങനെ എനിക്കറിയില്ല. യൂഷ്വലി ഓക്കെ, ഇത് രണ്ടും എന്താണ് അറ്റാച്ച്ഡ് ആയിട്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ആക്ച്വലി ഇത് വേറെ വേറെ ആയിട്ടാണ് വേണ്ടത്. ഓക്കെ, ഇതാണ് IEM. ബേസിക്കലി ഇതിൻ്റെ കൂടെ വരുന്ന സാധനങ്ങളാണ് കാണിക്കുന്നത്. കാര്യമായിട്ടൊന്നുമില്ല. ഈ IEM വരുന്ന കളി ഇതിൻ്റെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ഒരു മിനിമൽ ഡിസൈനാണ്. വലിയ ചിത്രപ്പണികളൊന്നുമില്ല. ചിലത് ഭയങ്കര കളറും ഇതൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് ഈ ഡിസൈനാണ് ഇഷ്ടം. ഇവിടെ മെറ്റലാണ് വരുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് കേട്ടോ. ഇവിടെ മെറ്റലും ഇവിടെയൊക്കെ റെസിൻ, പക്ഷേ ക്വാളിറ്റി റെസിനാണ്. അതുകൊണ്ട് ഇതിലാദ്യം വെയിറ്റും ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, പിന്നെ ഇതാണ് ഐറ്റം. നമുക്ക് ഇതാണ് ഒരു പൗച്ച് വരുന്നുണ്ട്. നല്ല പൗച്ചാണ്. പ്രൊട്ടക്റ്റീവ് ഒന്നുമല്ല, പക്ഷെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ നല്ലതാണ്. ക്യാരി ചെയ്യാനും പോക്കറ്റിലിടാനൊക്കെ നല്ലതാണ്. ഇതാണ് കേബിളിൻ്റെ ബിൽഡ് ക്വാളിറ്റി വലിയ അടിപൊളിയായിട്ട് തോന്നുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഇത് ഉപയോഗിക്കാൻ ഭയങ്കര അടിപൊളിയാണ്. ടാങ്കിൾ ഫ്രീ അല്ല, ടാങ്കിൾ ആവും. പക്ഷേങ്കിൽ ഇത് വളരെ ലൈറ്റ് വെയ്റ്റും അല്ലേ, കംഫർട്ടബിളുമാണ്. പിന്നെ അധികം മൈക്രോഫോബിക് സൗണ്ടൊന്നും അധികം ഉണ്ടാവാറില്ല. അതായത് ഇതിലിങ്ങനെ തട്ടുമ്പോൾ കിരി എന്നുള്ള സൗണ്ടിലല്ല വയറിൽ തട്ടുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. 2-pin കേബിൾ തന്നെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ വരുന്ന ടിപ്സാണ്, ഇയർ ടിപ്സാണ് ഇതൊക്കെ. വൈറ്റ് ബോറും വരുന്നുണ്ട്. കണ്ടില്ലേ, വൈറ്റ് ബോർ മീൻസ് ഈ ഇവിടെയുള്ള ഹോള് കുറച്ച് വൈഡായിട്ടുള്ളത്. ഇവിടെ നാരോ ബോർ, അതായത് ചെറുതായിട്ടുള്ളത്. നോർമലി പറയാറ് ഈ വൈറ്റ് ബോർ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽസും അതുപോലെ തന്നെ വോക്കൽസൊക്കെ കുറച്ചുകൂടി ഓപ്പൺ, അതായത് കുറച്ചുകൂടി പ്രൊമിനൻ്റ് ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. നേരെ ആകുമ്പം ബേസിനായിരിക്കും കുറച്ചുകൂടി ഒരു എംഫസിസ് കിട്ടുക. ഞാൻ ഡീറ്റെയിലിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ടിപ്പാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ബേസിക്കലി അതൊക്കെയാണ് കാര്യങ്ങൾ. ദെൻ നൗ ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യട്ടെ. ഇതിൻ്റെ ഈ സൈസ് 6.something മില്ലിമീറ്ററാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു നോസലിൻ്റെ സൈസ്. അതുകൊണ്ട് ചില ആൾക്കാർക്ക് ഇത് കംഫർട്ടബിൾ ആവില്ല. എനിക്കതിനും വലിയ കുഴപ്പമില്ല. ഫിറ്റ് ചെയ്തു, ഇതും ഫിറ്റ് ചെയ്തു. പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇവിടെ മാർക്കിംഗ് ഉണ്ടാവും നോർമലി. ഓക്കെ, ഇവിടെ ഇത് റൈറ്റാണ്. സോ IEMൻ്റെ
റൈറ്റ് സൈഡിലുള്ള ഉണ്ടോ, ഇത് ഇപ്പം തന്നെ ടാങ്കിലാകാൻ തുടങ്ങി. ഈ ഒരു പ്രശ്നം ഇതിന് വല്ലാതുണ്ട്. പക്ഷേങ്കിൽ ബേസിക്കലി വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉപയോഗിക്കാൻ ഭയങ്കര കംഫർട്ടബിളാണ് ഈ കേബിൾ. കേബിൾ വേണേൽ അപ്ഗ്രേഡ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ കുറച്ചൊരു റിസസ് ചെയ്തിട്ടൊരു ഡിസൈനാണ് കണ്ടോ. അതായത് കണ്ടോ, കുറച്ച് കുഴിഞ്ഞിട്ട്. ഇപ്പോൾ കേബിൾസ് വാങ്ങുമ്പോൾ അതിനനുസരിച്ച് കിട്ടുന്ന കേബിൾസ് വാങ്ങണം. അതായത് ഈ കുഴിയിലേക്ക് അങ്ങ് പോകുന്ന ടൈപ്പ് കേബിൾസ്. ചില കേബിൾ അത്ര ഫിറ്റായിട്ട് കിട്ടില്ല ഈ കുഴിയുള്ളതുകൊണ്ട്. ഇത് ലെഫ്റ്റാണ്. ഓക്കെ, അത് ഞാൻ ഫിറ്റ് ചെയ്തു. അപ്പം നമ്മളുടെ പരിപാടികൾ നിർത്താൻ കഴിഞ്ഞു. ഞാനൊരു മ്യൂസിക് കേട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം കേട്ടോ. സോറി, ഞാൻ പാട്ട് കേൾക്കും മുന്നേ ചെറിയ ഒരു കാര്യം കൂടി പറയാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഐബാസോയുടെ DC03 Pro എന്ന ഡാക്കാണ് കേട്ടോ. പിന്നെ ഇത് ഞാനൊരു 3 years മുന്നേ വാങ്ങിയതാണ്. ബേസിക്കലി ഡാക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അധികം ആൾക്കാർക്കും അറിയായിരിക്കും. ഡാക്ക് എന്ന് പറയുന്നത് ഡിജിറ്റൽ ടു അനലോഗ്. അതായത് നമ്മളുടെ മൊബൈലിലുള്ള സ്റ്റോർ ചെയ്യുന്നത്, അതായത് നമ്മളുടെ ഇപ്പോഴത്തെ എല്ലാ കാര്യത്തിലും സ്റ്റോർ ചെയ്യുന്നത് പിന്നെ ഡിജിറ്റൽ വേർഷനിലായിരിക്കുമല്ലോ. ഈവൻ നമ്മുടെ സ്പോട്ടിഫൈ ആയാലും ആപ്പിൾ മ്യൂസിക് ആയാലൊക്കെ. അപ്പോൾ ആ ഡിജിറ്റൽ സിഗ്നലിനെ ഈ ഡാക്ക് എന്ത് ചെയ്യും, പിന്നെ പ്രോസസ്സ് ചെയ്തിട്ട് അനലോഗാക്കി മാറ്റും. എന്നിട്ട് ആ അനലോഗ് സിഗ്നലിനെ നമ്മുടെ ഇയർഫോണിലൂടെ കടത്തി വിടും. എന്നിട്ട് നമ്മൾ ചെവിയിലൂടെ കേൾക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ബേസിക്കലി. സോ അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഡാക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഡാക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ മൊബൈലിൽ ഉണ്ടാവും ഓൾറെഡി ഒരു ബിൽറ്റ് ഇൻ ഡാക്ക് ഉണ്ടാവും. പക്ഷെ അത് ചിലപ്പോൾ അത്ര ക്വാളിറ്റി ഉള്ളതാവണമെന്നില്ല. അപ്പോൾ നമ്മളുടെ സൗണ്ടിലുള്ള റീപ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ അത്ര സുഖം ഉണ്ടാവില്ല ചിലപ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു എക്സ്റ്റേണൽ ഡാക്ക് വാങ്ങിയത്. ഇതിലൊന്നും ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പൈസ വെറുതെ നഷ്ടമാണ്. കാരണം ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്കത് ഇതിലൊന്നും വലിയൊരു മാറ്റമായിട്ടൊന്നും തോന്നിയിട്ടില്ല ഡിഫറെൻറ്റ് ഡാക്ക് ഉപയോഗിച്ചപ്പോൾ. സോ ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പാട്ട് കേട്ടതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് പേടിച്ചായിരുന്നു കേട്ടോ. കാരണം ഇത് അൺബോക്സ് ചെയ്ത് ഫസ്റ്റ് തന്നെ കേട്ടപ്പോൾ എൻ്റെ അടുത്തൊരു സാംസങ്ങിൻ്റെ മൊബൈലുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ഡിവൈസാണ്. അപ്പോൾ അതിൽ പാട്ട് കേട്ടു. അതിനാണ് എന്തൊക്കെ ഒരു കംപ്ലയിൻസ് ഉണ്ട്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ പിടച്ച് കളിക്കും. അതായത് എന്തൊക്കെയോ ടച്ച് ചെയ്തില്ലെങ്കിൽ ടച്ചൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ അതിലായിരുന്നു ഞാൻ കേട്ടത്. അപ്പോൾ റൈറ്റ് സൈഡ് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഞാൻ പെട്ടു. പിന്നെ ഇതിപ്പോൾ പിന്നെ അവർക്ക് റിട്ടേൺ ചെയ്തതിനിപ്പോൾ അടുത്ത റീപ്ലേസ്മെൻറ്റ് ചോദിക്കേണ്ടി വരുന്നു. കാരണം ഇതൊരു തലവേദന പ്രോസസ്സാണ്. റിട്ടേണും പിന്നെ കിട്ടുന്നതൊക്കെ വെയിറ്റ് ചെയ്യണം, അത് പാക്ക് ചെയ്യണം, പിന്നെ അവരോട് കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ അത് അങ്ങനെ ഞാൻ എൻ്റെ iPhone 16 Proയിൽ ട്രൈ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. ബാലൻസ് ഒക്കെ ഓക്കെയാണ്. കാരണം ഞാൻ പേടിക്കാൻ വേറെ കാരണം ഞാൻ മുന്നേ എൻ്റെ അടുത്ത് വേറെ ഉണ്ട്. ഓക്കെ, Salot 7H0 ഇതായിരുന്നു എൻ്റെ മുന്നേ ഞാൻ ഉപയോഗിച്ച ഡെയിലി ഡ്രൈവർ. എൻ്റെ ഫേവറേറ്റ് IM ആണ്, നല്ല IM ആണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇതിന് ഈ ബാലൻസിങ് ഇഷ്യൂ വന്നു. അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്ന് വാങ്ങാൻ വിചാരിച്ചത്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അടിപൊളിയാണ്. ഓക്കെ, ഈ ഒരു പ്രൈസിന് ഒരു 1500 റേഞ്ചിലാണ് ഇത് വരിക. 500-600 ഒരു ഏതായാലും 2000-നുള്ളിൽ നല്ല കിടിലൻ സെപ്പറേഷനും ഒക്കെയാണ് ഇതിന്. അതായത് ഓരോ ഇൻസ്ട്രുമെൻ്റ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ബേസ് ഒക്കെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ബേസ്. പിന്നെ അതായത് ബേസ് ഒന്നും ഒരു മുഴച്ച് നിൽക്കില്ല. വേറൊരു സൗണ്ടിൻ്റെ ഇടയ്ക്ക് അങ്ങ് കയറില്ല. വോക്കൽസിൻ്റെ ട്രബിൾ ഏരിയയിലൊക്കെ പോവില്ല. ട്രബിൾ ഏരിയയിലേക്ക് അധികം ബേസ് പോകാറില്ല. എന്നാലും വോക്കൽസും അധികം ഒരു മഫിൾഡ് ആയ പോലെ ഉണ്ടാവും. ചില ബേസ് ഭയങ്കരമായിട്ട് നമ്മുടെ ബോട്ടിൻ്റെ അതൊക്കെ ഇയർഫോൺ വെക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ആ ഒരു പ്രശ്നം അതിൽ ഇല്ലായിരുന്നു. പക്ഷെ ഇതിൻ്റെ വോക്കൽസ് ഭയങ്കര തിന്നാണ്. ഓക്കെ, കുറച്ചൊരു ഒരു ബോഡി കുറഞ്ഞ പോലെ തോന്നും ഇതിൻ്റെ വോക്കൽസിൻ്റെ. പക്ഷെ ഇതെന്താ പറയുക, ഒരു അടിപൊളി സാധനം തന്നെയാണ്. അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. അതായത് നമുക്ക് ഭയങ്കര നിങ്ങളിരിക്കും അങ്ങനെ ഒരു പ്രശ്നം കേട്ടോ. നമ്മൾ ഈ റിവ്യൂസ് പറയുമ്പോൾ നിങ്ങളിരിക്കുന്നത് എന്തോ ഭയങ്കര സംഭവമാണ്, ഔട്ട് ഓഫ് അങ്ങനെയല്ല കേട്ടോ. നമ്മളൊരു എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ആ വിത്തിൻ ദാറ്റ് ലിമിറ്റിൽ ഇത് എൻജോയ് ചെയ്യുമ്പോൾ വളരെ അടിപൊളിയാണ്. നമ്മളുടെ അനുസരിച്ചിട്ട് എന്താ പറയുക, ഹിയറിംഗ് കേപ്പബിലിറ്റി അനുസരിച്ചിട്ട് ഇതിൻ്റെ വോക്കൽസ് ഒക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഞാൻ പറഞ്ഞ തിന്നസ് ഇതിന് കുറവാണ്. ഇത് കുറച്ചുകൂടി ഒരു ബോഡിയിലാണ് ഇതിൻ്റെ സൗണ്ടൊക്കെ. എന്ന് വെച്ച് ഒരു ഹെഡ്ഫോണിൽ, അതായത് വലിയ നമ്മുടെ ഓവർ ദി ഇയർ ഹെഡ്ഫോണിൽ അത് കേൾക്കുന്നൊരു എഫക്റ്റ് ഇട്ടില്ല. പക്ഷേ IMS സംബന്ധിച്ചിടത്തോളം ഈ ഒരു നമുക്കൊരു കോമ്പാക്ട് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന സാധനത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ വോക്കൽസ് അടിപൊളിയാണ്. ഓക്കെ, പിന്നെ വളരെ ക്ലീൻ സൗണ്ടാണ്, വളരെ ക്ലീൻ. അതായത് നിങ്ങൾക്ക് വോക്കൽസും ട്രെബിളും പിന്നെ ബേസും മിഡും ഒക്കെ വളരെ സെപ്പറേറ്റ് ആയിട്ട് കേൾക്കാൻ പറ്റും അത്യാവശ്യം. പിന്നെ സൗണ്ട് സ്റ്റേജും വൈഡാണ്. അതായത് സൗണ്ട് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു
റൂമിൽ നിന്ന് കേൾക്കുന്നു, അല്ലെങ്കിൽ റൂമിൽ നിന്ന് കേൾക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കില്ല നമ്മളൊരു ഓഡിറ്റോറിയത്തിൽ നിന്ന് കേൾക്കുന്നത്, ഓഡിറ്റോറിയത്തിൽ നിന്ന് കേൾക്കുന്ന എഫക്റ്റ് ആയിരിക്കില്ല നമ്മളൊരു ഓപ്പൺ ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. അതുപോലെയൊക്കെ ഉണ്ടല്ലോ ആ ഒരു സംഭവം. ഓക്കെ, ഇതിൻ്റെ എന്താ പറയുക, ഭയങ്കര വൈഡ് എന്നുള്ള സൗണ്ട് സ്റ്റേജ്, ഒരു അത്യാവശ്യം ഡീസൻറ്റ് വലിപ്പമുള്ള റൂമിൽ നിൽക്കുന്നൊരു എഫക്റ്റാണ്. അതുപോലെ തന്നെ ഇമേജിങ് മീൻസ് നമുക്ക് ഓരോ ഇൻസ്ട്രുമെൻ്റ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് അറിയാൻ പറ്റുമല്ലോ. ഓരോ സൗണ്ട് എവിടെ നിന്നാണ്, ചിലപ്പോൾ നടുവ് നിൽക്കും വോക്കൽസ് വരിക, ലെഫ്റ്റ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നൊക്കെ ആയിരിക്കും ഇൻസ്ട്രുമെൻറ്റ്സ് വരിക, ചിലപ്പോൾ ബേസ് വരിക ഫ്രണ്ടിൽ നിന്നിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ക്ലീൻ ആയിട്ട് ഇതിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു ഇത് ഞാൻ ആർക്കാ റെഫർ ചെയ്യാന്ന് വെച്ചാൽ നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയോടെ നല്ല അനലൈസ് ചെയ്ത്, അല്ലെങ്കിൽ ഓരോ ഇൻസ്ട്രുമെൻറ്റും സെപ്പറേറ്റ് ആയിട്ട് കേൾക്കണം, വോക്കൽസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കേൾക്കണം. ബേസിക്കലി വോക്കൽസിനും ഇൻസ്ട്രുമെൻസിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യാം. ഈ ബേസ് ഹെഡ്സ് അല്ലെങ്കിൽ ഒരു ഈവൻ ഒരു അത്യാവശ്യം ബേസ് വേണമെന്ന്, അതായത് ബേസ് ഇല്ലെന്നല്ല കേട്ടോ, ബേസ് പിന്നെ എനിക്കിത് പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കുറച്ചൊരു ലോ ആണെന്ന് ചോദിക്കും ചില സോങ്ങിന്. പക്ഷെ നല്ല ബേസ് ഒക്കെയുള്ള സോങ്ങാണ് കേൾക്കുന്നതെങ്കിൽ ഇതിൽ ബേസ് ഉണ്ടാവും. നേരെ മറിച്ച് ചെറിയൊരു ബേസ് ആണെങ്കിൽ അതിനധികം എംഫസൈസ് ചെയ്യില്ല ഇത്. ഓക്കെ, അതിന് നിങ്ങൾ വേറെ IM നോക്കേണ്ടി വരും. അതായത് നമ്മുടെ IMC തന്നെ ഉണ്ട്, ഞാൻ പറഞ്ഞ ഈ ജിസിയർ ഡിഫൈനൊക്കെ അതിന് ബെസ്റ്റാണ്, ബേസ് ഒക്കെ നല്ല. പക്ഷെ എൻ്റെ ഒരു ടേസ്റ്റ് അതല്ല. ജിസിയർ ഡിഫൈൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊരു ഫൺ ലിസണിങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് പറ്റിയതാണ്. അതായത് നമുക്കൊരു പമ്പ് ചെയ്യാൻ ഒരു എനർജി കിട്ടാൻ വേണ്ടിയുള്ളൊരു കേൾക്കുമല്ലോ നമ്മൾ, നല്ലൊരു പോപ്പ് സോങ് അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് ബേസി ആയിട്ടുള്ള EDM സോങ്സ് ഒക്കെ, അതിന് ഇതിനേക്കാൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഡിഫൈൻഡ് ആണ്. പക്ഷെ എല്ലാത്തിനും ഒരു നല്ല ന്യൂട്രൽ സൗണ്ട്, അതായത് ഒന്നിനും അതേ ഒരു കളറിങ് ഒന്നും ചെയ്യാതെ എങ്ങനെയാണോ ആ ഒരു സൗണ്ട് ഡിസൈൻ ചെയ്തത് അതുപോലെ തന്നെ ഏകദേശം അതുപോലെ തന്നെ ഇപ്പം എന്തായാലും കേൾക്കാൻ പറ്റില്ല, കാരണം അവർ വേറെ എക്യുപ്മെൻറ്റും വേറെ ഹെഡ്ഫോൺ IM ഒക്കെ ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഏതായാലും ഓൾമോസ്റ്റ് ക്ലോസ് ടു ദാറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ട്രൂത്ത് ഹെക്സ പെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനോ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ഡൗട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓഡിയോ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ താങ്ക് യു ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. ബൈ.